ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ആക്ച്വലി ഒരു ഉഷാറില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ വ്ളോഗ് ചെയ്തിട്ട് ആ മൂഡ് അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് വന്നിട്ടേ അല്ലോ കേട്ടോ. അതാണ് ഇങ്ങനെ ഒരു മൂകത കണ്ടില്ലേ. ഞാൻ ഉറക്കത്തിന് എനിക്ക് വന്നിട്ടുള്ളൂ. ആക്ച്വലി ഞാൻ ഉച്ചയ്ക്കാണ് കേട്ടോ എണീറ്റത്. കാര്യം ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലേറ്റ് ആയിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. സോ ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത് കേട്ടോ. നോർമലി ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടെ ഒന്നും ഇരിക്കാറൊന്നുമില്ല കേട്ടോ. ഇത് വ്ളോഗ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ മുടിയൊക്കെ ഒന്ന് അഴിച്ച് സെറ്റ് ചെയ്ത് മുടി ഞാൻ ശരിക്കും അഴിച്ച് സെറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. ഒന്നൊരു മെനയിൽ കെട്ടി വെക്കാറുണ്ട്. ഇന്ന് വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഒരു വൃത്തിക്ക് കെട്ടാന്നൊക്കെ വിചാരിച്ചിട്ട് ഫസ്റ്റ് ഇങ്ങനെ കെട്ടിയിട്ട് ഇനി ബ്രഷൊക്കെ ചെയ്ത് നമ്മൾ ഒന്നുകൂടെ സെറ്റ് ചെയ്ത് കെട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് മാറ്റമൊക്കെ വന്നു കേട്ടോ. ഞാൻ ഇത്തിരി തടിച്ചിട്ടുണ്ട്, അതനുസരിച്ച് എൻ്റെ മുഖത്ത് ഇത്തിരി കുരു വന്നിട്ടുണ്ട്. ഇന്നലെ എൻ്റെ ഫ്രണ്ട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയ്യോ എന്ത് ക്ലിയർ സ്കിന്നാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എന്തെങ്കിലുമൊക്കെ പറ്റുമെന്ന്. അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ കണ്ടില്ലേ, രാവിലെ അല്ല ഉച്ചയ്ക്ക് എണീറ്റപ്പോൾ കണ്ടത് കുരുക്കളാണ്. 3 കുരു വന്നിട്ടുണ്ട് എൻ്റെ മുഖത്ത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ തടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്തിരി ഒരു ഉണ്ട പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ കാണാൻ. പക്ഷേ എനിക്കിപ്പോൾ നല്ല സങ്കടമാണ്. ഞാൻ തടിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഇത് എന്തിങ്ങനെ തടിച്ചതെന്നൊക്കെ ഓർത്തിട്ട് കേട്ടോ. പിന്നെ കണ്ടില്ല ഇങ്ങനെ കണ്ട കവളൊക്കെ ഇങ്ങനെ ഇത്തിരി ഇങ്ങനെ ഒരു ജെല്ലി പോലെ ഇങ്ങനെ ഇളകും കവളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ. പിന്നെ തടിയല്ലേ, കുഴപ്പമില്ല, കൂടും കുറയും, കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ബ്രഷ് ചെയ്തിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്കാമെന്ന്. അങ്ങനെ ഞാൻ ഫുഡൊന്നും അങ്ങനെ കഴിക്കലില്ല കേട്ടോ. കുറവാണ് ഇപ്പോൾ ഫുഡ് കഴിക്കൽ. അപ്പോൾ ഞാൻ പോയിട്ട് ഇത് ബ്രഷ് ചെയ്ത് ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നു കേട്ടോ. അതിനുശേഷം ഞാൻ മുടിയും കൂടെ ഒന്നും സെറ്റ് ചെയ്ത് കെട്ടി വെച്ചു. ബിക്കോസ് ഞാൻ വീടെടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വൃത്തിയിൽ കെട്ടണേ. അങ്ങനെ നോക്കുമ്പോഴാണ് മുടി ഇത്തിരി വളർന്നിട്ടുണ്ട്. എനിക്കൊരു ഇത്തിരി വളർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കാട്ടി വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിത് കണ്ട എൻ്റെ അലമാര കണ്ടില്ലേ ഗൈസ്, ഇതൊക്കെ ഞാൻ ചെയ്തതാണ് കേട്ടോ. ഞാൻ ഏതോ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതായിരുന്നു. ഓക്കെ, അങ്ങനെ ഇത് ജനലും കർട്ടനൊക്കെ ഇട്ടിട്ട് നമ്മൾ പോവാണ്. പോയ സമയത്ത് അച്ഛൻ തലേ ദിവസം എവിടെയോ പോയിട്ട് വരുമ്പോൾ കൊടുന്ന മിഠായി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ മുറുക്കൊക്കെ ഉണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. സ്പെഷ്യൽ പാലക്ക് മുറുക്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതെന്തോ എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇത് നല്ല മധുരവും എരിവൊക്കെ ഉള്ളൊരു സംഭവമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മുറുക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊന്നും ഞാനിപ്പോൾ കഴിക്കലില്ല കേട്ടോ. പിന്നെ ഇത് കാജ കടല മിഠായി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് 3 പെട്ടി ഉണ്ടായിരുന്നു. അതിൽ ഇത് 3ാമത്തെ പെട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ രാവിലെ സ്മൂത്തിയാണ് കുടിക്കാറ്. അപ്പം അതിരുന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര, ഞാൻ എണീറ്റ് അപ്പം തന്നെ ഇത് സെറ്റ് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഇരുന്ന് ബ്രഷ് ചെയ്തിട്ട് പതുക്കെ വന്നിട്ടാണ് ആ തണുപ്പിൽ കുടിക്കും കേട്ടോ. നല്ല രസമാണ്. വെറും വയറ്റിൽ ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ ഇപ്പം എന്ത് രസമാണ്. അപ്പോൾ അച്ഛനും അമ്മയും അപ്പും ഒക്കെ അപ്പുറത്തുണ്ട് കേട്ടോ. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ചോക്ലേറ്റ് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇത് കഴിച്ചിട്ടില്ല ഇതുവരെ. എന്നാ വലിയ പ്രതീക്ഷയിലൊക്കെയാണ് ഞാൻ സംഭവം കഴിക്കാമെന്ന് ചോദിച്ചത്. പക്ഷെ ഇത് ഇങ്ങനെ ഷേക്ക് ചെയ്യുന്ന സമയത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ വിചാരിച്ചു. അപ്പോൾ നേരത്തെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് തീർന്നിട്ടുണ്ടാവുമെന്ന് പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടാന്ന് വിചാരിച്ചത്. പക്ഷേ അതിലുണ്ടായിരുന്നു കേട്ടോ. ഒരു 4 ഉണ്ടായിരുന്നു. ഇതിൽ ആക്ച്വലി എത്ര ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. പക്ഷേ വിചാരിച്ച ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായൊന്നുമില്ല. അത്ര എന്നല്ല, എനിക്ക് വലിയ കാര്യമായിട്ട് ഇത് ഇഷ്ടമായില്ല. എന്താ അറിയില്ല, എനിക്ക് അതിൻ്റെ ഫ്ലേവർ ആയിട്ടാണോ അതോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് സംഭവം. ഹലോ, സോ ഇത്ര നേരം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മളൊന്ന് മര്യാദയ്ക്ക് ശരിക്കും വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇതെന്താ സംബന്ധിച്ചാൽ ഞാൻ ചുമ്മാ റീൽസ് എടുക്കാൻ വേണ്ടി റെഡി ആയതാണ്. മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഇത്തിരി ലിപ്സ്റ്റിക്കും കണ്ണൊന്ന് ഇത്തിരി ഒരു വാല് പോലെ ഇത്തിരി എഴുതി കൊടുത്തിട്ടുണ്ട്. വേറെ ഒരു ക്രീം പോലെ ഞാൻ ഇട്ടിട്ടില്ല മുഖത്ത്. എല്ലാം ഫിൽറ്ററിൻ്റെ നല്ല ക്യാമറയുടെയും ഗുണം എന്ന് വിചാരിക്കാം. ഇൻസ്റ്റയിൽ കാണുന്നതൊക്കെ അല്ലാതെ ശരിക്കും ഞാൻ ഇങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ മുടി മാത്രം ഇങ്ങനെ അലമ്പായിട്ടുണ്ട്. അത് ഞാൻ സംഭവം ഇന്നലെ കിടക്കുന്നതിന് മുന്നേ ഞാൻ കുളിച്ചു. തലേക്ക് ഷാമ്പു ചെയ്ത് അങ്ങനെ കുളിച്ചു. എന്നിട്ടാണ് കിടന്നുറങ്ങി. എണീറ്റപ്പോൾ ഇങ്ങനെയാണ് കോലം. ഇതൊന്നും വർക്കാവുന്നില്ല എന്ത് ചെയ്തിട്ട്. ഞാൻ ഷാമ്പു ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ചപ്പറ പോലെ ഇരിക്കുന്നത്. പക്ഷെ ഒരു രക്ഷയില്ല. ഇന്നിനി കുളിക്കുമ്പം എന്ത് ചെയ്യണം, എണ്ണ ഇടണം. ഞാൻ കിടക്കുന്ന ടൈമിലെ കുളിക്കാറ്. ഇപ്പം എന്താ അറിയില്ല. ഒന്നാമത് ഞാൻ എണീക്കണത് തന്നെ ഉച്ചയ്ക്കാണ്. ഉച്ച എന്ന് പറയുമ്പം ഒരു 1 മണി 1-2 മണി എന്തായാലും ആവും. അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പം എനിക്ക് ക്ലാസ്സില്ല, എനിക്ക് സെം ബ്രേക്കാണ്. സോ ഞാൻ കിടക്കുന്നതും ഇത്തിരി ലേറ്റായിട്ടൊക്കെ തന്നെയാണ്. പക്ഷെ എണീക്കുന്നതും അതുപോലെ ലേറ്റായിട്ടാണ്. അതാണ് ലേറ്റായിട്ട് എണീക്കുന്നതിൻ്റെ കാരണം വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഇപ്പം ക്ലാസ്സും ഇല്ല, ഒന്നുമില്ല. എക്സാം കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയല്ലേ, വേറെ പരിപാടിയിട്ട് ഒന്നുമില്ല. ചുമ്മാ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക.
പുറത്തു പോകാനില്ല, ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ തന്നെ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനും ഇല്ല. അപ്പോൾ അമ്മേനെ വിളിക്കൂല, ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് അവിടെ വിടും. ആരും എന്നെ ശല്യപ്പെടുത്താൻ വരില്ല അപ്പുറത്തെ റൂമിലേക്ക് ഉറങ്ങണ സമയത്ത്. അല്ലെങ്കിൽ ഒരു 10 മണിക്കുമ്പോഴേക്കും വിളി വരാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം എന്നെ ആരും വിളിച്ചിട്ടില്ല. അത് ഞാൻ ഉറങ്ങിക്കോട്ടെ വെച്ചിട്ടായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുമ്പോൾ ഓഫ് ഡേയ്സ് ഒന്നും അമ്മ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തില്ല. എനിക്ക് അങ്ങനെ പറയാനൊന്നുമില്ല. ഉറങ്ങിക്കോട്ടെ, ഉറക്കം മതിയാകുമ്പോൾ എണീറ്റോട്ടെ എന്നുള്ള മൈൻഡാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പം 2 റീൽസ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് ചെയ്തിട്ട് വരാം. ബിക്കോസ് ഈ ഫോണിൽ തന്നെയാണ് ഞാൻ റീൽസ് എടുക്കുന്നതും വ്ളോഗ് ചെയ്യുന്നതും. സോ എനിക്ക് വേറെ ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് 2 റീൽസ് എടുത്തിട്ട് വേഗം വരാം. A few moments later. Hi guys. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഫുഡ് കഴിക്കുന്ന നോക്കിയപ്പോൾ എനിക്ക് കറിയൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും മേടിച്ച് കഴിക്കാമെന്ന്. അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മന്തി കഴിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മന്തി കഴിക്കാൻ തോന്നി. എനിക്ക് ഫേവറേറ്റ് ആണ്. വേറെ ഒന്നും കിട്ടിയില്ല, എനിക്ക് മന്തി കിട്ടിയില്ല, പിന്നെ അത് മതി. അങ്ങനെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫ്ലേവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ ഹണി ചില്ലി ആയിരുന്നു കേട്ടോ. സമയം കണ്ടില്ലേ, 3 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ സ്മൂത്തിയുടെ പേരിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു. അമ്മയ്ക്ക് അപ്പൂനും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അവർ ഫുഡ് കഴിച്ചതാട്ടോ. ഞാൻ എണീക്കുമ്പോഴേക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ പിന്നെ കഴിക്കില്ല അത്. പിന്നെ എന്തെങ്കിലും മേടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ സമാധാനവും. അത് മേടിച്ചില്ലെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടാട്ടോ. എനിക്ക് പിന്നെ പിണങ്ങിയിരിക്കും ഞാനത് മേടിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാനത് മന്തിയൊക്കെ മേടിച്ചു ഇത് പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. വീഡിയോ ഒന്ന് എടുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ, മര്യാദയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഈ കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ സാധനം മേടിക്കാറ് ഓർഡർ ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ ഞാൻ എന്തായാലും സ്വസ്ഥമായിട്ടൊന്ന് കഴിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ റൂമിൽ കയറി കേട്ടോ. എപ്പോഴും ഞാൻ ഉറങ്ങാറുണ്ട് കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങാറുണ്ട്. ശരിക്കും ഉച്ചയ്ക്ക് ഇങ്ങനെ ഉറങ്ങിയാൽ തടിക്കും എന്നൊക്കെയാണ് പറയാറ്. പക്ഷേ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് വയറ് നിറച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉറക്കം പാസ്സാക്കിയില്ലെങ്കിൽ ആ ഒരു മത്ത് പിടിച്ചിങ്ങനെ ഇരിക്കും. പിന്നെ കിടക്കുമ്പോൾ എനിക്ക് ഈ ബെഡ്ഷീറ്റ് ഒന്നും വിരിക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ ബെഡിൽ. അതാണ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ബെഡ് ഇട്ടേക്കുന്നത്. വയറ് ഫുള്ളായി എന്നിട്ട് കാണിച്ചാൽ അപ്പോൾ ഒരു ഉറക്കം പാസ്സാക്കിയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഇപ്പോൾ സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഞാൻ എണീറ്റു, കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ എക്സസൈസൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ സ്മൂത്തി ബാക്കി ഉണ്ടായിരുന്നു രാവിലത്തെ. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ അതിൽ തന്നെ അങ്ങനെ കുടിച്ചു കേട്ടോ. നല്ല തണുത്തില്ല, രാവിലെ തൊട്ട് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് നല്ല തണുപ്പായിട്ടുണ്ടായിരുന്നു. ഈ വേർത്ത് പോയിട്ട് ഇത് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിന്. പിന്നെ കുറച്ച് ഞാൻ കുറച്ച് നേരം കിടന്നു കേട്ടോ. ബിക്കോസ് എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു വ്ളോഗ് എൻഡ് ചെയ്യാമെന്ന്. രാത്രിത്തെ ഫുഡ് കഴിക്കുന്നത് മുമ്പ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാം, അത്രയും ഉണ്ടായിരുന്നുള്ള പരിപാടി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.